RJDക്ക് LDFിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന് അതൃപ്തി പരസ്യമാക്കി MP ശ്രേയാംസ് കുമാർ. JDS ലഭിക്കുന്ന പരിഗണന പോലും RJDക്ക് കിട്ടുന്നില്ല. കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നും MP ശ്രേയാംസ് കുമാർ തുറന്നു പറഞ്ഞു. നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായം എന്ന മട്ടിലാണ് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്ന പരാതി ശ്രേയാംസ് കുമാർ പരസ്യമാക്കിയത്. അത് പല മേഖലകളിലുണ്ട്, അത് വാസ്തവമാണ്. കാരണം പല സ്ഥലത്തും അവർക്ക് മതിയായ സംഘടനാ ശേഷിയില്ലാത്ത സ്ഥലത്ത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് കോൺക്രീറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനം സംബന്ധിച്ച അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെന്നും MP ശ്രേയാംസ് കുമാർ തുറന്നു പറഞ്ഞു. എന്നാൽ UDF പ്രവേശനം കേവലം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് ശ്രേയാംസ് കുമാറിന്റെ പക്ഷം. പല സ്ഥലത്തും ചർച്ച കഴിഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു, ചില തർക്കങ്ങളുണ്ടാവും, എല്ലാവരുമായിട്ടുണ്ടാവും. അതെല്ലാം ആ ഘടകങ്ങൾ വിലയിരുത്തും. ഇതിനിടെ തിരുവനന്തപുരം നഗരസഭ വെങ്ങാനൂർ വാർഡിൽ ഇത്തവണ ജനതാ പാർട്ടികൾ നേരിട്ടേറ്റുമുട്ടുന്ന സാഹചര്യമായി. ജനതാദൾ എസിന് അനുവദിച്ച സീറ്റിൽ RJDയും സ്ഥാനാർത്ഥിയെ നിർത്തി. JDS സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ നശിപ്പിച്ചതായി പരാതി ഉയർന്നു. 24 കോഴിക്കോട്, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.